ഇതെന്തിനാ അച്ഛത്? എടാ നിന്റെ അച്ഛൻ ഇങ്ങനെയാണോ? ഇതില് പറയാം. അല്ല നിന്നെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ഇറക്കി വിട്ടാ എന്തിന്? അതെന്റെ സന്തോഷത്തിന് ഞാൻ അച്ഛനൊരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തായിരുന്നു. കണ്ട് പടിയിടാ. അല്ല ഇനി ഇറക്കി വിടുന്നത് എന്തിന്? പിന്നെ അമ്മയുടെ താലിമാല പണയം വെച്ചിട്ട് അച്ഛന് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തിട്ട് സ്വിഗ്ഗി ഇടാൻ പറഞ്ഞ് അങ്ങനെ പിടിച്ച് ഉമ്മ വയ്ക്കൂ. അതെ, ഞാൻ വണ്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടോ. എവിടെയാ ഡ്രോപ്പ് ചെയ്യേണ്ടത്? എവിടെയായാലും മതി. ഒന്ന് ഇറങ്ങാമോ? എന്തേ? ഇറങ്ങൂ. ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. വീരമണി വണ്ടിയുടെ എന്തായാലും കാര്യം പെണ്ണാണാ വന്നതാ. ഞാനാ. പെണ്ണ് ഇതുവരെ വന്നില്ല. താനും രസികൻ തന്നെ. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ചെറുക്കൻ എന്താ പണി? സ്റ്റോൺ കട്ടിങ്. കല്ലുകെട്ട്. നീ ഭയങ്കര ഭാഗ്യവാനാണ്. അതെന്താ കാര്യം? ഞാനിപ്പോ എന്തായാലും സിനിമ കയറി വലിയ സ്റ്റാർ ആവും. അപ്പോ എന്തായാലും നിനക്ക് എന്റെ അതേ മുഖച്ചായ ആയതുകൊണ്ട് നിന്നെ എന്തായാലും എന്റെ ഡൂപ്പായിട്ട് വിളിക്കും. ഉറപ്പാ, ഷുവറായിട്ടുള്ള കാര്യ. എന്താ മിണ്ടായിരിക്കുന്ന? നമ്മക്ക് രണ്ടുപേർക്കും ഒറ്റ അപ്പനായി പോയി. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചോ. കേട്ടല്ല ഞാൻ പറഞ്ഞത് വടക്ക് വശത്ത് യുദ്ധത്തിന് എനിക്ക് 2000 പടയാളികൾ വേണം. പിന്നെ ഇത് ഇവിടെ കണ്ടോ? ഇവിടെ ഞാൻ ഒരു ആനപ്പട ഇടാം. അവിടെ ആനയ്ക്ക് ഓടാനുള്ള സ്ഥലമില്ലല്ലോ. ശരി, എന്നാ ഞാൻ ഇവിടെ ഒരു കുതിരപ്പട ഇടാം. അവിടെ കുതിരയ്ക്ക് ഓടാനുള്ള സ്ഥലമില്ല ബാബു. എന്നാ ഞാനിവിടെ ഒരു അമ്പ് വിടുന്ന മെഷീൻ ഇടാം. അമ്പ് വിടുന്ന മെഷീൻ ഇവിടെ ഇടാന്നാണോ നീ പറയുന്നത്? പിന്നെ എനിക്കിവിടെ പാനിപ്പൂരി കട ഇടാൻ പറ്റുമോ? നമുക്ക് ആ പട്ടിക്ക് ഹെൽമെറ്റ് വെക്കുന്ന പരിപാടി ഉണ്ട്. പട്ടിക്ക് എന്തിനാ ഹെൽമെറ്റ്? എത്ര പട്ടികളാണ് കേരളത്തിൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത്? എന്നാലേ നമുക്ക് അത്ര വെച്ചോടം തുടങ്ങിയാലോ? അത്ര ഖത്തറിലോട്ട് കയറ്റി വിടുന്നു. എന്നിട്ട് വേണോ ഉള്ള നിക്കറൂടെ കീറാൻ. ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ചാണ്ടി. ക്യൂട്ടായിട്ടിരിക്കുന്ന കുട്ടിയുടെ അടുത്താണ് സാധാരണ ഇങ്ങനെ പോയി ചോദിക്കാറ്. കുട്ടിയുടെ ഒരു ഫോട്ടോ ഫേസ് ആണല്ലോടാ. ഒന്നുമില്ല. വീട്ടിന്റെ ആധാരം തള്ളയുടെ താലിമാല. ഇത് രണ്ടും നീ നോക്കണം. ഞങ്ങളുടെ അരിഞ്ഞാണെടുത്ത് വയ്ക്കൂ. എന്തുവാ മനെ അവിടെ ഹണിറോസ് ഉദ്ഘാടനത്തിനും എല്ലാം വന്ന് നിൽക്കുന്ന? ഈ വടക്ക് നോക്കി യന്ത്രമാണ് നിന്നെ വഴി എത്തിക്കുന്നത്. അച്ഛൻ കൂടുതൽ അച്ഛൻ കളിക്കാൻ വരില്ലേ? പിന്നെ ഞാൻ നിന്റെ പൊണ്ടാട്ടി കളിക്കാളാ. എടാ നിന്റെ പാന്റിന്റെ അകത്തുനിന്ന് പാറ്റാകുളി കണക്കിട്ടൊരു സാധനം കിട്ടി. അത് ഈ ചൂടിന്റെ ഇടയിലേ ചൂടാകുമ്പോ പൊക്കൽ വരുമല്ലോ, അതിന് വയ്ക്കുന്ന കാലം ചൂട്. അതിനകത്ത് വെച്ചേക്കാൻ കേട്ടോ. മക്കളെ മേശപ്പുറത്തിരിപ്പുണ്ട്. മക്കളെ ചുണ്ടിന്റെ അടിയിൽ ഒരു പൊക്കൽ വന്നു. ഞാൻ പിന്നെ നിന്റെ കൂടങ്ങ് എടുത്തു. ഗൗതം വെടിവെച്ചാങ്കോവിൽ. സാർ, ഈ വെടിവെച്ചാങ്കോവിൽ എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ സ്ഥലപ്പേരാ. എൻ്റെ പേരതൊന്ന് ചുരുക്കാൻ പറ്റുമോ? ചുരുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാ അപ്പൊ ഗൗതം വെടിയുന്നിടാം. സാർ, കവാലക്കുറ്റി ആയിട്ട് ഞാൻ തിരിക്കും. ഏതാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് പടക്കമായിട്ട് വന്ന ഗുണ്ട് തരും. എടാ നിനക്കൊക്കെ രാത്രി ഇട്ട് പൊട്ടിച്ചോട്, ഈ രാവിലെ ഇട്ട് ഉണ്ടാക്കുന്ന എന്തിന്? അല്ലെങ്കിൽ ഇത് വേറെ സാമ്പിൾ. രാത്രി പെരിയ ഗുണ്ട് അമിട്ട് എല്ലാവർക്കും, ഇൻക്ലൂഡിംഗ് മൈ ഫയർ ഡാൻസ്. ഇവന്മാര് നാട് കത്തിക്കും. എന്തോന്ന് ചെയ്യുന്നേ? നീ നിന്റെ വീട്ടിൽ പോയി വിട്ടാ മതി. മോനെ എന്താടാ എണ്ണ തീർന്നോയാ കുട്ടാ? ഇല്ല, എണ്ണ അടിച്ചപ്പോഴേ കൂടിപ്പോയി. അങ്ങനെ വെയിറ്റ് കാരണം തള്ളിക്കൊണ്ടു പോകണം. അയ്യോ മോനെ സഹായം വല്ലതും വേണോ? ഓ എന്താടാ? എന്നാ ഇത് തള്ളിക്കൊണ്ടു എന്റെ കൂടെ. എണ്ണ എന്ത് ഡീസലാണോ പെട്രോൾ ആണോ? ഒരു ഗ്ലാസ് അവിൽ മിൽക്ക് ഇതിലോട്ട് ഒഴിയടാ.